ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എയർ ഇന്ത്യയുടെ കേരളത്തിൽ നിന്നും UAE-യിലേക്കുള്ള 5 വിവിധ വിമാന സർവീസുകൾ അവസാന നിമിഷം റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ. ജൂലൈ 16 രാവിലെ 10:05 കോഴിക്കോട് അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസും 11 കൊച്ചി ദുബായ് എയർ ഇന്ത്യയും ഉച്ചയ്ക്ക് 1:30 ദുബായ് കൊച്ചി എയർ ഇന്ത്യയും 1:40 അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങളാണ് റദ്ദാക്കിയത്. അബുദാബിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വൈകുമെന്ന് 3 മണിക്കൂർ മുമ്പ് യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ കൊച്ചി എയർ ഇന്ത്യ യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിക്കുന്നതിന് വിമാനം പുറപ്പെടേണ്ട സമയവും പിന്നിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞാണ്. ഇന്നലെ രാത്രി 9:55 കണ്ണൂരിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസും റദ്ദാക്കിയിരുന്നു. ഇതിലെ കുറച്ച് യാത്രക്കാരെ രാത്രി 8:50 കരിപ്പൂരിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോയിരുന്നു. മറ്റുള്ളവരെ നാട്ടിലെത്തിക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധയെ തുടർന്ന് ചൊവ്വാഴ്ച 2 കുട്ടികൾ കൂടി മരണപ്പെട്ടു. ഇതോടെ അപൂർവ വൈറസ് ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 8 ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. ആകെ 14 പേർക്കാണ് രോഗം ബാധിച്ചത്. സബർകന്ത, ആരവല്ലി, മഹിസാഗർ, ഖേദ, മെഹ്സാന, രാജ്കോട്ട് ജില്ലകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു. അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാനിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള 2 പേർ കൂടി ഗുജറാത്തിൽ ചികിത്സ തേടിയിരുന്നു. അതിൽ രാജസ്ഥാൻ സ്വദേശി കഴിഞ്ഞ ദിവസം മരിച്ചു. സബർകന്ത ജില്ലയിൽ നിന്നുള്ള 2ഉം ആരവല്ലിയിൽ നിന്നുള്ള 3ഉം മഹിസാഗർ, രാജ്കോട്ട് ജില്ലകളിൽ നിന്നുള്ള ഒരാൾ വീതവുമാണ് സംസ്ഥാനത്ത് വൈറസ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ചത്. ചണ്ഡിപുര വൈറസിനെ കുറിച്ച് പഠിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. മരണസാധ്യത കൂടുതലായ രോഗത്തിന് എത്രയും വേഗം ചികിത്സ ലഭിക്കേണ്ടതുണ്ടെന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാണെന്നും മന്ത്രി അറിയിച്ചു. സബർഗന്തയിലെ ഹിമ്മത് നഗറിലെ സിവിൽ ആശുപത്രിയിലാണ് ആദ്യത്തെ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ശക്തമായ പനി, മസ്തിഷ്ക ജ്വരം എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ. കൊതുകുകൾ, ഈച്ചകൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്നത്. മസ്കറ്റ് ഗവർണറേറ്റിനോട് ചേർന്ന് അമ്രാത്ത് വിലായത്തിൽ പുതിയ ഗാർഡൻ നിർമ്മിക്കാൻ മസ്കറ്റ് നഗരസഭ ഒരുങ്ങുന്നു. മദീനത്തുൽ നഹ്ദയിൽ ഒരുക്കുന്ന പദ്ധതിയുടെ രൂപരേഖ നഗരസഭ പുറത്തുവിട്ടു. കുട്ടികളുടെ കളിസ്ഥലം, നടപ്പാത, മിനി ഫുട്ബോൾ സ്റ്റേഡിയം, ഇരിപ്പിടങ്ങൾ, കൗണ്ടറുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന പദ്ധതി 6000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഗാർഡൻ വരുന്നത്. പദ്ധതി പ്രദേശത്ത് മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കും. പ്രദേശവാസികൾക്കും താമസക്കാർക്കും വിശ്രമത്തിനും ഒത്തുചേരുന്നതിനും ഗാർഡൻ ഗുണം ചെയ്യുമെന്നും മസ്കറ്റ് നഗരസഭ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒമാനിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കുമുള്ള പ്രസവാവധി ഇൻഷുറൻസ് നാളെ മുതൽ നടപ്പിലാക്കുമെന്ന് സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1,60,886 ഒമാനികളും 65,000-ൽ പരം വിദേശികളും ഉൾപ്പെടെ 2,25,981 ആളുകൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും ഡയറക്ടർ ജനറൽ മാലിക് അൽ ഹാരിസി കൂട്ടിച്ചേർത്തു. കുടുംബത്തിനും ജോലി ചെയ്യുന്ന അമ്മമാർക്കും സാമൂഹിക സംരക്ഷണം നൽകുക, അപകട സാധ്യതകൾക്കെതിരെ സാമൂഹിക ഇൻഷുറൻസ് പരിരക്ഷിക്കുക, സാമൂഹികമായും സാമ്പത്തികമായും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പങ്ക് ശാക്തീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക, തൊഴിലുടമയുടെയും ഇൻഷുറൻസ് ചെയ്ത ആളുടെയും അവകാശങ്ങൾ, പ്രവാസി തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ വിപുലീകരിക്കുക എന്നിവയാണ് പ്രസവാവധി ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യമെന്നും സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് കൂട്ടിച്ചേർത്തു. പ്രസവാവധി ഇൻഷുറൻസ് സ്വകാര്യ പൊതുമേഖലയിലെ ജീവനക്കാർക്കും ബാധകമാണ്. കൂടാതെ താൽക്കാലിക കരാറുകൾ, പരിശീലന കരാറുകൾ, വിരമിച്ച തൊഴിലാളികൾ എന്നിവയുൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള കരാറുകളും ഇതിൽ ഉൾപ്പെടും. പ്രവാസി തൊഴിലാളികൾക്കും ഈ വിഭാഗത്തിലെ വ്യവസ്ഥകൾ നിർബന്ധമായും പാലിച്ച് ആനുകൂല്യം നേടാവുന്നതാണ്. തൊഴിലാളികളുടെ 1 മാസത്തെ പ്രസവാവധി ഇൻഷുറൻസിന്റെ 1% വിഹിതം നൽകാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ്. പ്രസവത്തിന് മുമ്പുള്ള 14 ദിവസത്തെയും പ്രസവാനന്തരമുള്ള 98 ദിവസത്തെയും മുഴുവൻ ശമ്പളമാണ് പരിരക്ഷയായി നൽകുക. പ്രസവ സമയത്ത് ഭാര്യ മരിക്കുകയാണെങ്കിൽ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഈ ആനുകൂല്യം ഭർത്താവിന് ലഭിക്കും. കുഞ്ഞു പിറന്നാൽ 98 ദിവസത്തെ പ്രസവാവധി ലഭിക്കും. മാത്രമല്ല, കുഞ്ഞിനെ പരിചരിക്കാൻ ജോലിയുള്ള ഓരോ ദിവസവും 1 മണിക്കൂർ വീതം ഇടവേളയും ലഭിക്കും. ശിശുപരിചരണത്തിന് 1 വർഷം വരെ വേതനമില്ലാത്ത അവധിയും ലഭിക്കും.
25-ലധികം വനിതാ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ പ്രത്യേകം വിശ്രമ സ്ഥലവും ഒരുക്കണമെന്നും ഉത്തരവിലുണ്ട്. പുതിയ നിയമമനുസരിച്ച് സിക്ക് ലീവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നവജാത ശിശു ജനിച്ചാൽ പുരുഷന്മാർക്ക് 7 ദിവസത്തെ പാറ്റേണിറ്റി ലീവും ലഭിക്കും. രോഗിക്ക് കൂട്ടിരിക്കാൻ 15 ദിവസത്തെ രോഗി പരിചരണ ലീവും ലഭ്യമാണ്. മാതാവിന് അപേക്ഷിച്ചാൽ വേതനമില്ലാത്ത പ്രത്യേക അവധി ലഭിക്കും. രാത്രികാല ഷിഫ്റ്റ് പകലിലേക്ക് മാറ്റാനും സാധിക്കും. രാത്രിയിൽ ജോലി ചെയ്യാനാകില്ലെന്ന് തെളിഞ്ഞാലാണ് ഇതിന് സാധിക്കുക. വാദി കബീർ വെടിവെപ്പ് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. പ്രദേശത്തെ സ്ഥിതിഗതികൾ സുരക്ഷാ സേനയുടെ ഇടപെടൽ സാധാരണ നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോയൽ ഒമാൻ പോലീസിന്റെയും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ തുടർ നടപടികളും സ്വീകരിച്ചു. വെടിവെപ്പ് സംഭവത്തെ ഒമാൻ ഷൂറ കൗൺസിൽ അപലപിച്ചു. മരണപ്പെട്ട റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥൻ യൂസുഫ് അൽ നദാബിയുടെ കുടുംബത്തിനും മറ്റ് 5 പേരുടെ കുടുംബങ്ങൾക്കും ഷൂറ കൗൺസിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തി. മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും സംഭവത്തിൽ പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ സുരക്ഷാ സൈനിക ഏജൻസികൾ വഹിച്ച പങ്കിനെയും പൗരന്മാരുടെയും താമസക്കാരുടെയും സംഭാവനകളെയും ഷൂറ കൗൺസിൽ പ്രശംസിച്ചു. അതേസമയം സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ഷൂറ കൗൺസിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒമാനി മണ്ണിൽ അംഗീകരിക്കാനാകില്ലെന്നും ഊന്നിപ്പറഞ്ഞു. വാദി കബീറിലുണ്ടായ വെടിവെപ്പിൽ മരണപ്പെട്ട ഇന്ത്യക്കാരനായ ബാഷ ജാൻ അലി ഹുസൈൻ്റെ കുടുംബത്തെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് സന്ദർശിച്ചു. മകൻ തൗസീഫ് അബ്ബാസിയുമായി സംസാരിച്ച അംബാസിഡർ ബാഷ ജലി അൽ സൈൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റും കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി. പരിക്കേറ്റ് ഖൗല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 ഇന്ത്യക്കാരെയും എംബസി അധികൃതർ സന്ദർശിച്ചു. ഇവരുടെ കുടുംബവുമായി സംസാരിച്ച അംബാസിഡർ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. അൽവുസ്ത ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്ന് എണ്ണക്കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടതായും 9 പേരെ രക്ഷപ്പെടുത്തിയതായും ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. മരണപ്പെട്ടയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. 8 ഇന്ത്യക്കാരുൾപ്പെടെ 9 പേരെ രക്ഷപ്പെടുത്തിയതായി മസ്കറ്റ് ഇന്ത്യൻ എംബസിയും നേരത്തെ അറിയിച്ചിരുന്നു. ശ്രീലങ്കൻ സ്വദേശിയാണ് രക്ഷപ്പെട്ട മറ്റൊരാൾ. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ദുഃഖം വിലായത്തിലെ റോസ് മദ്രാക്കയിൽ നിന്നും 25 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് ഈ മാസം 15-ന് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ 16 പേരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്ററിന് കീഴിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇന്ത്യൻ നാവികസേനയും പങ്കുചേർന്നിട്ടുണ്ട്. INS തേജും വ്യോമ നിരീക്ഷണത്തിന് P-81 വിമാനവുമാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളത്. മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്നും വാതക ചോർച്ച ഇല്ലെന്നാണ് വിലയിരുത്തുന്നതെന്നും ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. കപ്പൽ ജീവനക്കാർ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. കപ്പൽ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ്. പ്രതികൂല കാലാവസ്ഥ കാരണം ചോർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും പ്രതികരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിനുമായി ബന്ധപ്പെട്ട സൈനിക സിവിൽ അധികാരികളുമായി ഏകോപിപ്പിച്ച് അടിയന്തര യോഗം പരിസ്ഥിതി അതോറിറ്റി വിളിച്ചു ചേർത്തു.